1990കളിൽ വീഡിയോ കാസറ്റുകൾ വാടകയ്ക്കെടുത്താണ് നാം സിനിമകൾ കണ്ടിരുന്നത്. എന്നാൽ ആ കാലഘട്ടത്തിലെ ഒരു ദുരനുഭവം ഇന്ന് ലോകത്തെ സ്ട്രീമിംഗ് രാജാവായി മാറിയ നെറ്റ്ഫ്ലിക്സിന്റെ തുടക്കമാകുമെന്ന് ആരും കരുതിയില്ല. അപ്പോളോ 13 എന്ന സിനിമയുടെ വീഡിയോ കാസറ്റ് ബ്ലോക്ക് ബസ്റ്ററിൽ നിന്ന് വാടകയ്ക്കെടുത്ത റീഡ് ഹേസ്റ്റിംഗ് കാസറ്റ് സമയത്ത് തിരികെ നൽകാൻ വൈകിയതിനാൽ $44 പിഴ അടയ്ക്കേണ്ടി വന്നു. ഇതാണ് ഹേസ്റ്റിംഗ്സിന്റെ ജീവിതം മാറ്റിമറിച്ച സംഭവം. ഇതിനൊരു എളുപ്പ വഴി ഉണ്ടാക്കാമല്ലോ എന്ന ചിന്തയിലാണ് അദ്ദേഹം സഹപ്രവർത്തകനായ മാർക്ക് റാൻഡോൾഫിനൊപ്പം ചേർന്ന് 1997 DVD വാടകയുടെ ഒരു പുതിയ മോഡൽ രൂപീകരിച്ചത്. പുതിയ ആശയം, പുതിയ പേര്, അതായിരുന്നു പിന്നീട്. ആദ്യം കിബിൾ എന്ന പേരിട്ടെങ്കിലും അത് വളർത്തുമൃഗങ്ങളുടെ ഭക്ഷണമെന്ന് മനസ്സിലാക്കിയ അവർ പിന്നീട് നെറ്റ്വർക്ക് എന്നതിൻ്റെയും ഫിസിക്സ് എന്നതിൻ്റെയും സംയോജനമായി നെറ്റ്ഫ്ലിക്സ് എന്ന പേര് സ്വീകരിച്ചു. 1998 ഏപ്രിൽ 14 വെബ്സൈറ്റ് ആരംഭിച്ചപ്പോൾ ഉപയോക്താക്കൾക്ക് ഓൺലൈൻ വഴി DVD തിരഞ്ഞെടുക്കാനും മെയിലിലൂടെ വീടുകളിൽ സ്വീകരിക്കാനും കണ്ട ശേഷം തിരികെ അയക്കാനുമുള്ള സൗകര്യം നൽകി. 1999 അവതരിപ്പിച്ച മാസിക സബ്സ്ക്രിപ്ഷൻ മോഡൽ ഉപയോക്താക്കൾക്ക് ലേറ്റ് ഫീസ് ഇല്ലാതെ DVDകൾ വാടകയെടുക്കാനുള്ള അവസരം ഒരുക്കി. ഇത് നെറ്റ്ഫ്ലിക്സിന്റെ വിജയത്തിന്റെ തലക്കെട്ടായി തീർന്നു. 2007 ആദ്യമായി സ്ട്രീമിംഗ് സേവനം അവതരിപ്പിച്ചപ്പോൾ 1000 സിനിമകളുടെ ലൈബ്രറിയാണ് നൽകിയിരുന്നത്. വീഡിയോ കാസറ്റ് സിസ്റ്റത്തെ പൂർണ്ണമായും മാറ്റിമറിച്ച ഈ പുതുമ സ്ട്രീമിംഗ് വിപ്ലവത്തിന് തുടക്കമാവുകയും ചെയ്തു. 2013 നെറ്റ്ഫ്ലിക്സ് സ്വന്തം കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ലോകമാകെയുള്ള ശ്രദ്ധ നേടിയതും ഇതുതന്നെ. 2016 130 രാജ്യങ്ങളിൽ ഒരേ സമയം സേവനം ലഭ്യമാക്കി. ഇന്ന് 23 കോടിയിലധികം സബ്സ്ക്രൈബർമാരുമായി 190-ലധികം രാജ്യങ്ങളിൽ നെറ്റ്ഫ്ലിക്സ് പ്രവർത്തിക്കുന്നു.